ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് നവരാത്രി 3-ാം ദിവസത്തിലെ ദേവീ രൂപത്തെക്കുറിച്ച്, ദേവിയുടെ ഭാവത്തെക്കുറിച്ച്, ആ ഭാവത്തിൽ ദേവിയെ ഭജിക്കുവാൻ വേണ്ടി ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ബാലസ്വരൂപിണിയായ ദേവിയും താപസ കന്യകയായി കമണ്ഡലവും ജപമാലയുമേന്തി നിൽക്കുന്ന ദേവിയെയും ആണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാം പ്രാർത്ഥിച്ചത്. ബ്രഹ്മചാരിണി രൂപത്തിലും ബാലസ്വരൂപിണിയായ ശൈലപുത്രി രൂപത്തിലും ദേവിയെ ധ്യാനിച്ചു. അതാത് ദിവസം ജപിക്കേണ്ട മന്ത്രവും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കുറേ തവണ ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയസ്ഥമാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നാം ഓർക്കുമ്പോഴെല്ലാം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വിടാതെ ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസത്തെയും ദേവീ ഭാവവും വിവരിക്കാറുണ്ട്. ഇതും ഈ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. വീട്ടിൽ കുട്ടികളുണ്ട്, അവരെയും കേൾപ്പിക്കുക. ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ അവരെ പഠിപ്പിച്ച് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും തയ്യാറാവുക. കാരണം ഭഗവാനെ ആഗ്രഹിക്കുന്നവർ, ഭഗവാനിലേക്ക് എത്തുവാൻ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കാംക്ഷിക്കുന്ന ഏതൊരു ഭക്തനും ഏതൊരു ഭക്തയും ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഭഗവാന്റെ അരികിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഭഗവാനെ നമുക്ക് ലഭിച്ചു, അല്ലെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നൊക്കെ നമുക്ക് താൽക്കാലികമായി തോന്നുന്നതാണ്. ഭഗവാൻ നമുക്ക് ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ഒക്കെ തരുന്നത് കാരണം നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്യുന്ന ചെറിയ ചെറിയ നുറുങ്ങു വിദ്യകളാണത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാനിലേക്കുള്ള വഴി തുറക്കുന്നത് നമ്മളിരിക്കുന്ന അഷ്ടരാഗങ്ങളെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് ഭൂമിയിൽ എന്തൊക്കെയാണോ നാം ബന്ധപ്പെട്ട് കിടക്കുന്നത്, എന്തിലൊക്കെ വേണ്ടിയിട്ടാണോ നാം സമയം ചിലവഴിച്ച് മനസ്സ് ചിലവഴിച്ച് ജീവിതം പാഴാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അതിൽ നിന്നെല്ലാം ഓരോന്നോരോന്നായി ദേവി നമ്മളെ വിച്ഛേദിക്കും. അതിനുവേണ്ടിയാണ് 10 കൈകളിൽ പല വിധത്തിലുള്ള ആയുധങ്ങളുമായി ദേവി നിൽക്കുന്നത്. അത് നമ്മളെ സംഹരിക്കാനല്ല, നമ്മളെ രക്ഷിക്കാനാണ് ദേവിയുടെ കൈകളിലുള്ള ദിവ്യ ആയുധങ്ങൾ. ശത്രുക്കളെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ശത്രുവിനെ ദേവി ഇവൻ എന്നെ ശത്രുതയോടെ പെരുമാറുന്നു, ഇവന്റെ തല അല്ലെങ്കിൽ ഇവന്റെ ജീവിതം എടുത്തേക്കണേ എന്ന് പറഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വിവിധ അഷ്ടരാഗങ്ങളാണ്. ആ ശത്രുക്കളെയാണ് ദേവി നിഗ്രഹിക്കുന്നത് നാം ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ. അങ്ങനെ നമ്മളെ നിസ്വനയാക്കി നിർമ്മലയാക്കി മാറ്റുകയാണ് ദേവി ചെയ്യുന്നത്. ഒന്നിനോടും ഒട്ടിപ്പിടിക്കാത്ത, എല്ലാറ്റിനോടും ഒരു എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു പ്രണയം, ലോകത്തെ മുഴുവൻ ഒരേ കണ്ണിലൂടെ നോക്കി കാണുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് ദേവി നമ്മളെ എത്തിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നത് നമുക്ക് ഏതെങ്കിലുമൊക്കെ വസ്തുക്കളോടോ വ്യക്തികളോടോ സ്ഥാനമാനങ്ങളോടോ ഭൂമിയിലെ ഭൗതിക മോഹങ്ങളിൽ പെട്ടുള്ള ഏതെങ്കിലുമൊക്കെ കെട്ടുപാടുകളാണ് നമ്മെ അതിൽ നിന്ന് വിടുവിക്കുക. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം, പ്രത്യേക കാര്യം, സ്നേഹം, സ്ഥാനം, മാനം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് നമുക്ക് എന്തൊക്കെയോ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട് നാം. എന്നുവെച്ചാൽ നമ്മളിലുള്ള ആ അഹം, ഞാൻ എന്ന ആ അഹം ഓരോന്നിലേക്കും നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് ഈ മായ പ്രകൃതിയുടെ, മഹാമായയുടെ ആ പിടിയിൽ നാം കിടക്കുന്നത് കൊണ്ടാണ്. ആ ദേവി തന്നെയാണ് ഈ മഹാമായയായ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ലോകമാതാവായ സർവ ആബ്രഹ്മ കീട ജനനി എന്നല്ലയോ ദേവിയെ പറയുന്ന. ആബ്രഹ്മ കീട, ഈ ബ്രഹ്മത്തിലുള്ള സർവ്വ കീടങ്ങളുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ജനനിയാണ്, മാതാവാണ് അമ്മ. ആ അമ്മയെ തന്നെയാണ് നാം അതിന് ശരണാഗതി അടയേണ്ടത്. അമ്മയെ നാം പ്രാപിക്കുമ്പോൾ, അമ്മയുടെ പത്മപാദങ്ങളിൽ നാം ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മിലിരിക്കുന്ന ശത്രുക്കളെയാണ് അമ്മ, നമ്മിലിരിക്കുന്ന വേണ്ടാത്ത കുറെ ശത്രുക്കളെ കൊണ്ട് നമുക്ക് അതിനെ ഓരോന്നിനെയുമാണ് അമ്മ വെട്ടിയെരിഞ്ഞ് പടി 6 കടന്ന്, അതായത് ആ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരു പത്മത്തിലേക്കുള്ള നമ്മുടെ ആ പ്രാണനെ ഉയർത്തുന്ന ബോധത്തെ ഉയർത്തി അവസാനം ആ പരമമായ ആ ഭഗവത് പദത്തിലേക്ക് എത്തിക്കുവാനുള്ള ആ മോക്ഷദായിനിയാണ് അമ്മ. അമ്മ ഇഹത്തിലുള്ള സർവ്വ സന്തോഷങ്ങളും നമുക്ക് തരുകയും ഇവിടെ എന്താണോ നമ്മെ പിടിച്ച് മുറുക്കിയിരിക്കുന്നത് അതിൽ നിന്ന് ക്രമേണ നമ്മെ വിടുവിക്കുകയും ചെയ്യുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയിലൂടെ മാത്രമേ
ഭഗവാനിലെത്താൻ കഴിയുകയുള്ളൂ. ഭഗവാനെ എനിക്ക് ലഭിച്ചു, അല്ലെ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നു, ഭഗവാനാണ് എൻ്റെ എല്ലാം എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ഭഗവാനെ നമുക്ക് പൂർണ്ണമായി അനുഭവിക്കണ്ടേ? ഭഗവാൻ ഉണ്ട്, ഞാനും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും രണ്ടായിട്ടാണ് നാം അനുഭവിക്കുന്നത്, നാം കാണുന്നത്, അറിയുന്നത്. പക്ഷെ ഇത് ഒന്നാകണമെങ്കിൽ ദേവിയുടെ അനുഭവം, അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് രാധാദേവിയിലൂടെ ഭഗവാനിലെത്താൻ കഴിയൂ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? രാധ എന്ന് പറയുന്നത്, സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് ശക്തിസ്വരൂപിണിയായ ഭക്തിയാണ്, ഭക്തി ദേവതയാണ്. ആ ഭക്തിയിലൂടെ ഒരു വ്യക്തിക്ക്, ഒരാത്മാവിന്, ഒരു ജീവാത്മാവിന് പരമാത്മാവിൽ ലയിക്കണമെങ്കിൽ അതാണ് ഒരു വ്യക്തിയുടെ പരമമായ ലക്ഷ്യം ജീവിതത്തിന്റെ. അതിന് ആ സംസാര സാഗരത്തെ കടന്ന് നമ്മളെ മറുകരയിൽ എത്തിക്കുവാൻ ദേവിയാണ് അതിന് കാരണഭൂതയായി നിൽക്കുന്ന ആൾ. അപ്പോൾ നാം എത്ര ഭഗവാനെ പ്രാർത്ഥിച്ചാലും ദേവിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ പൂർണ്ണമായി അറിയാനും അനുഭവിക്കാനും കഴിയൂ. അത് ശ്രീ ശങ്കരാചാര്യരുടെ അനുഭവത്തിലൂടെ, സൗന്ദര്യ ലഹരി അദ്ദേഹം എഴുതിയത് അങ്ങനെയല്ലേ? ദേവി തന്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു. ഇവിടെ ഭഗവാനേ ഉള്ളൂ, ദേവിയില്ല എന്നൊക്കെ, ഇവിടെ പ്രപഞ്ചത്തിന് ആധാരം ഒരാൾ മാത്രമാണെന്ന് വാദിച്ചിരുന്ന ശ്രീ ശങ്കരാചാര്യർക്ക് ദേവി കാണിച്ചു കൊടുക്കുകയാണ്. ഞാനില്ലെങ്കിൽ നീയില്ല, ഇവിടെ ഒന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ദേവി. അതിലൂടെയാണ് അദ്ദേഹം ആ ശ്രേഷ്ഠ കൃതി തന്നെ രചിച്ചത്, ദേവിയെ കണ്ടതിന് ശേഷം. അപ്പോൾ ഇവിടെ ഈ ദേവിയെ ആരാധിക്കാൻ കിട്ടുന്ന ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ദിനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങൾ. 2 ദിനങ്ങൾ കടന്നു. ഇനി 3ാമത്തെ ദിനത്തിൽ ദേവിയെ എങ്ങനെ ആരാധിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അറിവിന്റെയും ധൈര്യത്തിന്റെയും ദേവിയായ ചന്ദ്രകണ്ഠാദേവിയായിട്ടാണ് നവരാത്രി 3ാം ദിവസം ദേവിയെ നാം ആരാധിക്കേണ്ടത്. അറിവിന്റെയും ധൈര്യത്തിന്റെയും ദേവതയായ ചന്ദ്രകണ്ഠാ ദേവതയായിട്ട് കയ്യിൽ കമണ്ഡലുവും അക്ഷമാലയും മറ്റ് അനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിന്റെ വേഷവിധാനങ്ങളോടെ പുലിപ്പുറത്തിരിക്കുന്ന ദേവിയെയാണ് ഇവിടെ സങ്കല്പിക്കേണ്ടത്. കയ്യിൽ അക്ഷമാലയും കമണ്ഡലുവും പിന്നെ മറ്റ് അനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിന്റെ വേഷവിധാനങ്ങളോടെ വേണം ദേവിയെ നമുക്ക് 3ാം ദിവസം സങ്കല്പിക്കേണ്ടത്. ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്രാകൃതിയുടെ രൂപത്തിൽ ഒരു മണിയുണ്ട്. ആ മണിയാണ് ചന്ദ്രഖണ്ഡാരൂപിണിയായ ദേവി സങ്കല്പത്തിന് ആധാരമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ചന്ദ്രഖണ്ഡാദേവി എന്ന് ദേവിയെ 3ാം ദിവസം സങ്കല്പിക്കുന്നത്. സ്വർണവർണ്ണമുള്ള ശരീരവും 10 കൈകളും എല്ലാ കൈകളിലും ദിവ്യ ആയുധങ്ങളും ധരിച്ചിരിക്കുന്ന, അതായത് യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവീഭാവത്തെയാണ് നാം 3ാം ദിവസം പൂജിക്കേണ്ടത്. ബാലസ്വരൂപിണിയായ ശൈലപുത്രി ദേവിയിൽ നിന്ന് ബ്രഹ്മചാരിണി ഭാവത്തിൽ 5000 വർഷം ദേവി മഹാദേവനെ സ്വന്തമാക്കുവാൻ വേണ്ടി തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ അപർണ എന്ന പേരിലെത്തി അപർണയായി മാറിയ പാർവതി മാതാവ് 5000 വർഷം കഴിഞ്ഞപ്പോൾ മലിനമായ വസ്ത്രധാരിണിയായി ശരീരം മുഴുവൻ ശുഷ്കിച്ച് എല്ലും തോലുമായി മാറി. കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞതാണ്. 5000 വർഷമാണ് ഭഗവാനെ ലഭിക്കുവാൻ വേണ്ടി ദേവി തപസ്സനുഷ്ഠിച്ചത്. അപ്പോൾ ഒരു ഇല പോലും കഴിക്കാതെ, ഒന്നും ആഹാരം കഴിക്കാതെ, ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം 5000 വർഷത്തോളം തപസ്സനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് പിന്നെ? എത്രയോ വൈരാഗിയായ പരമശിവൻ പോലും എനിക്ക് വേണ്ടിയാണല്ലോ ഒരാൾ ഇങ്ങനെ വർഷങ്ങളായി, എത്രയോ നൂറ്റാണ്ടുകളായി തപസ്സനുഷ്ഠിക്കുന്നല്ലോ, എൻ്റെ ഒരു സ്നേഹത്തിന്, എൻ്റെ കടാക്ഷത്തിന് വേണ്ടിയാണല്ലോ, എൻ്റെ ഭാര്യാപദവി ആഗ്രഹിച്ചാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, ഭാര്യാപദവിയാണോ? തന്നെ അങ്ങ് സ്വയം കൊടുക്കുകയല്ലേ അവിടെ? ഏത് ഭഗവാനെയാണോ തപസ്സനുഷ്ഠിക്കുന്നത് അവർ സ്വയം ആ ഭക്തയുടെ പാതാരബിന്ദങ്ങളിൽ ചെന്ന് ലയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് തന്റെ പാതി ശരീരം പാർവതി ദേവിക്ക് കൊടുത്തത്. പാതി ശരീരവും മുഴുവനും ഞാൻ ദേവിക്ക് സമർപ്പിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പരമശിവൻ. കാരണം എന്താണ്? 5000 വർഷമൊക്കെയാണ് ദേവി തപസ്സനുഷ്ഠിച്ചത് ഭഗവാനെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഏത് ദേവനെ ആണോ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒരു ഭക്ത തപസ്സനുഷ്ഠിക്കുന്നത്? എനിക്ക് ഭർത്താവായി അങ്ങേ വേണം. നമ്മൾ മനുഷ്യർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലും ഭഗവാൻ വന്ന് ആ ആഗ്രഹം സാധിച്ചു തരും. ആണ്ടാളമ്മയെ കുറിച്ച് ഞാൻ
വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ആണ്ടാളുടെ കൃതി, അത് തിരുപ്പാവൈ. ആണ്ടാൾക്ക് എന്തായിരുന്നു ആഗ്രഹം? ഭഗവാനെ മതിയെന്നായിരുന്നു. ആണ്ടാളമ്മയുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു. കാരണം ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആണ്ടാൾ ജീവിച്ചു. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചു. ഭഗവാന്റെ ഭാര്യ പദവി അലങ്കരിക്കുക. അങ്ങനെ ആ ഭഗവത് ചൈതന്യത്തിലേക്ക് ചെന്ന് ലയിച്ചു ചേരുകയാണ് ആണ്ടാളമ്മ ചെയ്തത്. അതുപോലെ ഓരോരുത്തരും ഭഗവാന് വേണ്ടി ജനിക്കുന്ന ഓരോരുത്തരും അതേ തന്നെ ലക്ഷ്യമായിട്ട് ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ നമുക്കും അത് സാധിച്ചെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ നാം അതിനിപ്പുറം ധാരാളം കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഭക്തി എന്ന് പറയുന്നത് അല്പനേരത്തെയോ അല്ലെ ഒരു പ്രത്യേക സാഹചര്യത്തിലോ മാത്രം ഉള്ള ഒരു അവസ്ഥയായി മാറുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെയോ ദേവിയുടെയൊക്കെ പൂർണ്ണമായ അനുഗ്രഹമോ കടാക്ഷമോ ലഭിക്കുന്നത്? ഇതൊക്കെയാണ് നാം ഈ നവരാത്രി വ്രത ആചരണത്തിലൂടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഭഗവാനിലെത്തുക അല്ലെ ദേവിയുടെ കടാക്ഷം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് നേരത്തെ അല്ലെ അല്പ ദിവസത്തെ ഒരു ജോലിയായുടെ ഭാഗമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ആചരണമാണത്. ഇത് തന്നെയാണ് പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ജീവിതം എന്ന തിരിച്ചറിവോടുകൂടി ഓരോരുത്തരും ഈ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക. അപ്പോൾ അങ്ങനെ ശരീരമെല്ലാം ശുഷ്കിച്ച് എല്ലും തോലുമായി മാറിയ നമ്മുടെ ദേവി, ആ ദേവിയെ കണ്ടാൽ ആർക്കാണ് വിഷമം വരാതെ? ദേവന്മാരുടെ എല്ലാം സമനില തെറ്റി. അതുപോലെ തന്നെ പരമശിവനും മഹാശിവനും ഇത് കണ്ട് ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ തരമില്ലല്ലോ. ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുന്നു, ദേവിയെ കടാക്ഷിക്കുന്നു. അപ്പോൾ ദേവി സ്വർണ്ണ വർണ്ണ നിറമുള്ള അതിസുന്ദരിയായ രൂപത്തിലേക്ക് മാറുന്നു. വളരെ ശുഷ്കിച്ച് മലിനമായ വസ്ത്രം ധരിച്ച് എല്ലും തോലുമായി മാറിയ ദേവി അതിസുന്ദരിയായി മാറി, സ്വർണ്ണ വർണ്ണ നിറമുള്ള സുന്ദരിയായി മാറി. അനന്തരം മഹാദേവൻ ദേവിയെ വിവാഹം കഴിക്കുവാൻ തന്റെ ഭൂതഗണങ്ങളോടും ഘോര മൃഗങ്ങളോടുമൊപ്പം എഴുന്നള്ളുകയാണ്. 10 കൈകളിലുമുള്ള ദിവ്യായുധങ്ങളെല്ലാം ദേവന്മാർ ദേവിക്ക് സമ്മാനിച്ചതാണ്. അങ്ങനെ 3-ാം ദിവസം നാം ജപിക്കേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം. പിണ്ഡജപ്രവരാരൂഢ ചന്ദകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ഡജപ്രവരാരൂഢ ചന്ദകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. പിണ്ഡജപ്രവരാരൂഢ ചന്ദകോപാസ്ത്ര കൈര്യുത പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. ശാപദോഷ നിവാരണം നടത്തുന്നതിനും ശത്രുദോഷ നിവാരണത്തിനും രോഗമുക്തി, അറിവ്, ധൈര്യം, വിവേകം, ആത്മവിശ്വാസം തുടങ്ങിയ സദ്ഗുണങ്ങൾ നേടാൻ ദേവി ചന്ദ്രഖണ്ഡ മന്ത്രജപം വളരെ ഉത്തമമാണ്. അപ്പോൾ നമുക്ക് വല്ല ശാപങ്ങളോ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശത്രുദോഷങ്ങൾ നിവാരണം ചെയ്യാൻ, രോഗമുക്തിക്ക് വേണ്ടി, അറിവ് കിട്ടാൻ, ധൈര്യം കിട്ടാൻ, വിവേകം ലഭിക്കുവാൻ, ആത്മവിശ്വാസം നേടുവാൻ എല്ലാം ഈ ചന്ദ്രകണ്ഠാദേവിയുടെ ആ മന്ത്രജപം വളരെ ഉത്തമമാണ്. നാളെ, അതായത് 3-ാം ദിവസം ചന്ദ്രകണ്ഠാദേവിയെ പ്രാർത്ഥിക്കുക. നാളെ 3-ാമത്തെ ദിവസമായ ശനിയാഴ്ച ദിവസമാണ് നവരാത്രിയുടെ 3-ാം ദിനം. അപ്പോൾ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. ചന്ദ്രകണ്ഠാദേവി വളരെ സുന്ദരിയായി ഒരുങ്ങി ഒരു വധുവായി നിൽക്കുന്നു. 10 കൈകളിലും ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ, ശരീരം മുഴുവൻ സ്വർണ്ണവർണ്ണം, ധാരാളം ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. സുന്ദരിയായി മാറിയ ദേവി വധുവായി മാറി നിൽക്കുകയാണ്. എന്താണോ തന്നെ 5000-ഓളം വർഷങ്ങൾ താൻ എന്തിനു വേണ്ടി തപസ്സനുഷ്ഠിച്ചോ ആ ശുഭമുഹൂർത്തം സമാഗതമായിരിക്കുകയാണ് ദേവിക്ക്. ഇനി ദേവി വിവാഹിതയാകുകയാണ്. നവവധുവായി നിൽക്കുന്ന ദേവിയുടെ സ്വപ്നങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് ദേവി ആഗ്രഹിച്ച ആ വരൻ കടന്നു വന്ന് ദേവിയെ സ്വന്തമാക്കുന്നു. അതോടെ ആ ദേവിയുടെ ജന്മസാഫല്യം പൂർത്തീകരിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ നമുക്കും ദേവിയെ സ്തുതിക്കാം. ദേവി സരസ്വതി ദേവദേവപ്രിയേ
താവകലീലാവിലാസമെല്ലാം പാവനമായെൻ്റെ നാവിൽ പകരുവാൻ ലാവണ്യദേവതയ്ക്കൻ പ്രണാമം. ദേവി സരസ്വതി ദേവദേവപ്രിയേ താവകലീലാവിലാസമെല്ലാം പാവനമായെൻ്റെ നാവിൽ പകരുവാൻ വിദ്യാവിലാസിനിക്കൻ പ്രണാമം. എല്ലാവരെയും ആ അതിപരാശക്തിയായ മഹാശക്തിയായ ചണ്ഡികാദേവിയായ ദുർഗാദേവിയായ ലക്ഷ്മീദേവിയായ സരസ്വതി ദേവിയായ നമ്മുടെ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജഗന്മാതാവായ അമ്മയുടെ അനുഗ്രഹവും ഐശ്വര്യവും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും അമ്മയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.